ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു അടിപൊളി നെയ്യപ്പം ഉണ്ടാക്കാം. ഈ നെയ്യപ്പം നമ്മൾ അരിപ്പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. മാത്രമല്ല 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാനും കഴിയും. അരിപ്പൊടി വെച്ച് ബാറ്റർ ഉണ്ടാക്കിയിട്ട് ബാറ്റർ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട, പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ അരിപ്പൊടി വെച്ച് കലത്തപ്പം ചെയ്ത സമയത്ത് ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഈ ബാറ്റർ കൊണ്ട് നെയ്യപ്പം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ആ ബാറ്റർ നമ്മൾ ലൂസായിട്ടാണല്ലോ ചെയ്തത്. അപ്പോൾ ലൂസ് ബാറ്റർ അല്ലല്ലോ നമ്മൾ നെയ്യപ്പത്തിന് എടുക്കാം. നെയ്യപ്പത്തിന് കുറച്ചുകൂടെ കട്ടിയുള്ള ബാറ്ററാണ് നമ്മൾ നെയ്യപ്പത്തിന് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കമൻറ്റ്സ് വന്നപ്പോഴാണ് അരിപ്പൊടി കൊണ്ട് നെയ്യപ്പം ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് തോന്നിയത്. അങ്ങനെ ഞാൻ ട്രൈ ചെയ്ത് നോക്കി, സക്സസ് ആയി. അപ്പോൾ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ ഓൾറെഡി 3 തരത്തിലുള്ള നെയ്യപ്പം ഇതിന് മുൻപ് ചെയ്തിട്ടുണ്ട്. അതിൽ 2 5 മിനിറ്റിൽ ചെയ്യുന്നത് തന്നെയാണ്. ഒന്ന് റവയും മൈദയും വെച്ചിട്ടും ഒന്ന് ഗോതമ്പ് പൊടി വെച്ചിട്ടും. അപ്പോൾ ഇനി നമുക്ക് അരിപ്പൊടി വെച്ചിട്ടും 5 മിനിറ്റ് കൊണ്ട് നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ നെയ്യപ്പം തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നെയ്യപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അരിപ്പൊടി എന്ന് പറയുമ്പോൾ നമ്മൾ പത്തിരി, ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന നൈസായിട്ടുള്ള പത്തിരിപ്പൊടിയാണ്. വറുത്ത അരിപ്പൊടിയാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ഞങ്ങളിവിടെ സാധാരണ പുട്ടിന് മാത്രമാണ് അരിപ്പൊടി വറുത്തെടുക്കുന്നത്. അല്ലാത്തതൊക്കെ ഇതുപോലെ പച്ചരി കഴുകി ഉണക്കി പൊടിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് ശർക്കര ചുരണ്ടിയത് എടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ടുള്ളൊരു അളവ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ശർക്കര പൊടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. നമ്മുടെ അരിപ്പൊടി മാത്രമാകുമ്പോൾ ഈ നെയ്യപ്പം കുറച്ച് ഹാർഡായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് റവ എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ പച്ചരി അരച്ചിട്ട് നെയ്യപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മളിത് തരിപ്പായിട്ടാണല്ലോ അരച്ചെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു തരി കിട്ടാൻ വേണ്ടിയിട്ട് 1/4 കപ്പ് റവയും ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് അല്പം ചെറിയ ജീരകം വേണം, കറുത്ത എള്ളും, ആവശ്യത്തിന് ഉപ്പും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നെയ്യപ്പം തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് നെയ്യപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ശർക്കരയൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ശർക്കര മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ എപ്പോഴും നമ്മൾ ശർക്കരയ്ക്ക് നല്ല ഡാർക്ക് കളറിലുള്ള ശർക്കര എടുക്കണം കേട്ടോ. എന്നാലാണ് നമ്മുടെ നെയ്യപ്പത്തിനൊക്കെ നല്ല ഭംഗിയുള്ളൊരു കളറ് കിട്ടുള്ളൂ. അപ്പോൾ കലത്തപ്പാണെങ്കിലും ഉണ്ണിയപ്പാണെങ്കിലും നെയ്യപ്പാണെങ്കിലും നല്ല ഡാർക്ക് കളറിലുള്ള ശർക്കര എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ശർക്കര നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബാറ്റർ ഉണ്ടാക്കാൻ തുടങ്ങാം. നെയ്യപ്പത്തിലേക്കുള്ള ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ബൗളിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. ഇത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ മൈദയും റവയും അരിപ്പൊടിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് നെയ്യപ്പം ഉണ്ടാക്കാനുള്ള എണ്ണ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഒരു ചീനച്ചട്ടിയിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാൻ ഏത് ഓയിലാണ് എടുക്കുന്നത് അതെടുക്കുക.
ഇനി നമുക്ക് നെയ്യപ്പത്തിലേക്കുള്ള ബാറ്റർ റെഡിയാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ച റവ, മൈദ, അരിപ്പൊടി കൂട്ടിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ശർക്കരപ്പാനി നല്ല ചൂടോട് കൂടി തന്നെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ശർക്കരപ്പാനി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് ബാറ്റർ റെഡിയാക്കി എടുക്കാം. കുറേശ്ശെ ആയിട്ട് വെള്ളം ചേർത്തിട്ട് ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കട്ട കെട്ടാതെ മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യം തന്നെ ഒരുപാട് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് പെട്ടെന്ന് തന്നെ വെള്ളം അധികമാവും. പിന്നെ നമുക്ക് ഏത് മൈദയാണോ അരിപ്പൊടിയാണോ എന്താണ് ഇടേണ്ടതെന്ന് കൺഫ്യൂഷൻ ആവും. അപ്പോൾ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും ഇതിങ്ങനെ കൈകൊണ്ട് ഇളക്കി യോജിപ്പിക്കുന്നതിന് പകരം മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതിയോന്ന്. അപ്പോൾ അതിലും നല്ലത് ഇങ്ങനെ കൈകൊണ്ടാക്കുന്നത് തന്നെയാണ് കേട്ടോ. അപ്പോൾ റവയുടെ ഒരു തരിതരിക്ക് ഇതിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാണ് നല്ലത്. നമ്മൾ മിക്സിയിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ ആ റവയൊക്കെ പൊടിഞ്ഞ് അതൊരു തരിയാവില്ല, നല്ല സ്മൂത്തായിട്ടുള്ള പേസ്റ്റായി മാറും. അപ്പോൾ ഇങ്ങനെ ഒരു സ്പൂൺ വെച്ചിട്ടോ ബീറ്റർ വെച്ചിട്ടോ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക തന്നെയാണ് നല്ലത്. അങ്ങനെ നെയ്യപ്പം റെഡിയാക്കാനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇതുവരെ 3/4 കപ്പിലും കുറവായിട്ടാണ് വെള്ളം ചേർത്തിട്ടുള്ളത്. ഈ പച്ച നിറത്തിലുള്ള കപ്പ് 1/2 കപ്പാണ്. ഇതിലൊരു കപ്പ് ആദ്യം ചേർത്തു, പിന്നെ നമ്മൾ ഇതിൽ 1/4 കപ്പിലും കുറവായിട്ടാണ് വെള്ളം ചേർത്തിട്ടുള്ളത്. അപ്പോൾ മൊത്തത്തിൽ 3/4 കപ്പിലും കുറവായിട്ടാണ് ഇതിലേക്ക് വെള്ളം എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ശർക്കരപ്പാനി 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് ശർക്കര മെൽറ്റ് ചെയ്തെടുത്തത്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം, അതായത് ചെറിയ ജീരകം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ എള്ള് കൂടെ ചേർത്ത് കൊടുക്കാം, കറുത്ത എള്ളാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നെയ്യപ്പം ചുട്ടെടുക്കാം. ഈ ബാറ്റർ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട. ഈ സമയമായപ്പോഴേക്കും നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ചത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓരോ തവി ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് എണ്ണ നല്ല ചൂടിലാണ് കേട്ടോ, ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ ഇട്ട് വെച്ചിട്ടുള്ളത്. ഇനി നെയ്യപ്പം ഇങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് നമ്മളിത് മറിച്ചിട്ട് കൊടുത്ത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ നെയ്യപ്പം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ്.
ഇപ്പോൾ നമ്മുടെ നെയ്യപ്പം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 ഭാഗവും നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇത് എണ്ണയിൽ നിന്ന് മാറ്റുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് എണ്ണ നന്നായിട്ട് ചൂടാക്കി എടുക്കണം. നമ്മൾ ഏത് സ്നാക്സ് ചെയ്യുമ്പോഴും ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. എണ്ണയിലേക്ക് മാവ് ഇട്ട് കൊടുക്കുന്ന സമയത്തും എടുക്കുന്ന സമയത്തും എണ്ണ നല്ല ചൂടുണ്ടാകണം. ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ വറുത്ത് കോരുന്ന ഏത് പലഹാരങ്ങളാണെങ്കിലും എണ്ണ കുടിക്കാതെ തന്നെ കിട്ടും. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മാവ് കൊണ്ടൊക്കെ നെയ്യപ്പം ചുട്ടെടുക്കാം. അപ്പോൾ ഓരോ നെയ്യപ്പവും നമ്മൾ എണ്ണയിൽ നിന്ന് എടുത്തതിന് ശേഷം എണ്ണ ഒന്നുകൂടെ ഒന്ന് ചൂടാക്കിയിട്ട് വേണം കേട്ടോ ബാറ്റർ ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഓരോ നെയ്യപ്പവും ചെയ്തെടുക്കാം. അപ്പോൾ ഇനി മുതൽ 5 മിനിറ്റിനുള്ളിൽ നമുക്ക് അരിപ്പൊടി കൊണ്ടും നെയ്യപ്പം ഉണ്ടാക്കാം. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അരി അരച്ചുണ്ടാക്കുന്ന നെയ്യപ്പം നിങ്ങൾക്ക് കിട്ടും. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്